എനിക്ക് ഒരു ഇടിവോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജഡ്ജസ് ഇപ്പോൾ നമ്മുടെ റിയാലിറ്റി ഷോസ് ജഡ്ജ് ചെയ്യുന്നവരും വളരെ ഏബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇതിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എലമെൻ്റ് ഓഫ് ഡ്രാമയുണ്ട്. അപ്പോൾ റിയാലിറ്റി എന്താണ് എന്നുള്ളത് അല്ലാണ്ട് യഥാർത്ഥമായിട്ടുള്ള ആൾക്കാരാണോ ജയിക്കുന്നത്, അവരുടെ നമ്മൾ കാണുന്നത് തന്നെയാണോ അവർ പെർഫോം ചെയ്തത്, ചിലപ്പോൾ ഇടയിൽ തെറ്റി വീണ്ടും റീഷൂട്ട് ചെയ്ത സാധനങ്ങളാണോ, അതോ ടു മേക്കപ്പ് ഫോർ, പിന്നെ ഈ വോട്ടിംഗ് സിസ്റ്റം SMS അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിൽ കുറച്ച് എന്താ പറയുക മസാല ചേർക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണെങ്കിലും, അപ്പോൾ ആക്ച്വൽ നമുക്ക് ടാലൻസിനെ അത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല എന്നും പറയാൻ പറ്റില്ല, ഉണ്ട് 100% ഉണ്ടെന്നും പറയാൻ പറ്റില്ല. കാരണം അൾട്ടിമേറ്റ്ലി ടി വിയിൽ വരുന്ന സാധനങ്ങളെന്ന് പറയുന്നത് കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ വേണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലുക്കിൽ നോക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്നത് ശരിയാണ്. അപ്പോൾ റിയാലിറ്റി ഷോസ്, ഇന്നത്തെ മ്യൂസിക് റിയാലിറ്റി ഷോസ് വെറും ഒരു പാട്ടുകാരനെ, ഏറ്റവും നല്ല പാട്ടുകാരനെ സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നും അല്ല അത് ചെയ്യുന്നത്. ഇറ്റ്സ് ഓൺലി ഫോർ ദ ടി വി, അവരുടെ ചാനലിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചാനലിൻ്റെ ഒരു പ്രോഗ്രാം, ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം മെൻ ടു മേക്ക് മണി. അല്ലാതെ ഇപ്പോൾ ഒരു വലിയൊരു പാട്ടുകാരനെ ഉണ്ടാക്കാനോ അന്ന് അങ്ങനെയായിരുന്നില്ല. ഈ പ്രോഗ്രാം, ഞാൻ പാടിയ പ്രോഗ്രാം എന്ന് പറയുന്നത് സിനിമയിലേക്ക് പാട്ടുകാരെ ഉണ്ടാക്കുക. പക്ഷെ അത് അവർ ചെയ്തില്ല എന്നുള്ള വേറെ കാര്യം. എനിക്കൊരു റിട്ടേൺ കോൺട്രാക്റ്റൊക്കെ തന്നു, ഇങ്ങനെ ഈ ഇതിലെ വിന്നേഴ്സിന് അടുത്ത യശ് ചോപ്രയുടെ അടുത്ത സിനിമയിൽ പാടാൻ വേണ്ടിയിട്ട് അവസരം തരുന്നതാണെന്നുണ്ട്. പക്ഷെ അത് എന്തോ കാരണവശാൽ അത് എനിക്കും കിട്ടിയില്ല, സുനിധിക്കും കിട്ടിയില്ല. സുനിധി പിന്നെ ഇതിനു വേണ്ടി അവിടെ മറ്റേ ബോംബെയിൽ ഈ സിനിമയിൽ പാടുക എന്ന് പറയുന്ന ഒറ്റ ഉദ്ദേശത്തിലാണ്. ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ അവർ ഡൽഹിയിൽ നിന്ന് ഇതിനു വേണ്ടി വന്ന ആൾക്കാരാണ്. അവരുടെ ഫാമിലി എൻറ്റയർലി അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്ത് സിനിമയിൽ പാടാമെന്ന് പറഞ്ഞ ഒറ്റ ഉദ്ദേശത്തിലാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഷീ ഗോട്ട് ഇൻ ടു ദ മെയിൻ സ്ട്രീം. ഞാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ബോംബെയിലേക്ക് പോകാഞ്ഞത് നോക്കാം. അപ്പോൾ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കണമെന്നില്ല. ചില കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൻ്റെ പല കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലത് നമ്മൾ നേടുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അത്രയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അന്ന് എനിക്ക് പാടാൻ പറ്റിയ ആൾക്കാർ രവീന്ദ്രൻ മാഷ്, ജോൺസണിൽ അങ്ങനത്തെ ആൾക്കാർക്ക് എന്താ പറയുക, വളരെ പ്രഗത്ഭരായിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന് എനിക്ക് പാടാൻ പറ്റി. അപ്പം ഞാൻ പാടുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗോൾഡൻ പീരിയഡിൻ്റെ ഒരു അവസാനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാട്ടുകാരൻ ഒരുപാട് പാട്ടുകൾ പാടുന്നു, അല്ലെങ്കിൽ കുറേ പാട്ടുകൾ ഒരു പാട്ടുകാരൻ പാടുന്നു. അങ്ങനെ ഉള്ളൊരു അതിൻ്റെ പിന്നെ ഈ മ്യൂസിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കാസറ്റും അതേപോലെ തന്നെ CD ഒക്കെ ചിലവായിരുന്നൊരു കാലമുണ്ട്. അതിൻ്റെ ഒരു എൻഡിലാണ് ഞാൻ ഈ പാടുന്നത്. അതിൻ്റെ ഒരു അവസാനം എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞോട് കൂടിയിട്ട് അതിന് യാതൊരു വാല്യൂ ഇല്ലാതെ ആര് പാടുന്നു, ആരാണിത് പാടിയിരിക്കുന്നത് എന്നുള്ളത് ആൾക്കാർക്ക് അറിയാൻ താല്പര്യമില്ലാത്ത ഒരു കാലത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. സിംഗർ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയില്ല. എല്ലാവരും ഒരേപോലത്തെ വോയിസുകളും, പലരും ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സാധനമില്ല. എല്ലാവരുടെയും ശബ്ദം കേട്ടാൽ ഒരേപോലെ ആയിരിക്കും. ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മളൊരു ഡിഫറെൻറ്റ് വോയിസ് എന്നൊക്കെ പറയും. പക്ഷേ എല്ലാ ഡിഫറെൻറ്റ് വോയിസും ഒരു മുങ്ങിക്കിടക്കുക എന്ന് പറയില്ല എല്ലാതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമുക്കൊരു പല സിനിമകളും കണ്ടാൽ നമുക്ക് ഇപ്പോഴത്തെ പാട്ടുകാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല. കാരണം ഒരാളും അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഹ്യൂമൻ ഇയറിൻ്റെ ഒരു ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ആളുടെ ശബ്ദം ഒരുപാട് കേട്ടാൽ നമുക്കത് രജിസ്റ്റർ ചെയ്യും. പക്ഷെ അത് കേൾക്കാതിരുന്നാൽ രജിസ്റ്റർ ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇപ്പോൾ ഒരു കൊല്ലത്തിൽ ഒരു പാട്ട് 2 പാട്ടൊക്കെയാണ് പലരും പാടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ ശബ്ദം നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസം ഉള്ളൊരു കാലമാണ്. അപ്പോൾ അത് അവരുടെ ഇപ്പോൾ പാടുന്നവരുടെ ഒരു ബാഡ് ലക്ക് എന്നേ ഞാൻ പറയുള്ളൂ, അല്ലാതെ അവരുടെ കഴിവുകേടല്ല. അസലായിട്ട് പാടുന്ന ഇന്നത്തെ ജനറേഷനിൽ പാടുന്ന കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ഇറങ്ങി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായി പാടുന്നവർ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു അവസരം കിട്ടുന്നില്ല. അപ്പോൾ ഒരു പാട്ടൊക്കെ ഒരു കൊല്ലത്തിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ കഷ്ടം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ഈ CD-യും കാസറ്റും ഇല്ലാതാണ്. അപ്പോൾ എന്താ വെച്ചാൽ മാർക്കറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ എന്താണ് അപ്പോൾ മീഡിയ ഈസ് ഇൻ്റർനെറ്റിൽ ഫേസ്ബുക്കോ യൂട്യൂബാണ്. അപ്പോൾ അവിടെ ഒരു സിനിമ പാട്ട് നേരിട്ടാണ് ഇറങ്ങുന്നത്. CD-യും കാസറ്റും ഇല്ലാതെ പാട്ട് നേരിട്ട് അവിടെ ഇറങ്ങുമ്പോൾ പിന്നെ പാട്ടുകാർ ഇന്ന ആൾ പാടി എന്ന് പറയുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ പാട്ടുകാർക്കുള്ള ഒരു വാല്യൂ പോയി. അപ്പോൾ അവർ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ യൂട്യൂബിലും അതെ ഞാനാണ് കേട്ടോ ഈ പാട്ട് പാടിയത്, എൻ്റെ പാട്ടൊന്ന് കേൾക്കണം. സിനിമ ഭയങ്കര ഹിറ്റായിരിക്കും, പാട്ടും ഹിറ്റായിരിക്കും, പക്ഷേ ഈ പാടിയ ആൾ ആരാന്ന് ഈ പ്രേക്ഷകർക്ക്
അറിയുന്നുണ്ടാവില്ല. അങ്ങനെ എത്രയോ പാട്ടുകളുണ്ട്. നമ്മൾ ആരാ പാടിയെന്ന് ചോദിച്ചാൽ അതാരാ എനിക്കറിയില്ല. പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, വളരെ ഫെമിലിയറാണ്. ആരാ പാടിയെന്നുള്ള അറിയില്ല. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് യേശുദാസാണ് പാടി, ഇത് ജയചന്ദ്രനാണ് പാടി, ഇത് ചിത്രയാണ് പാടി, ഇത് സുജാതയാണ് പാടി. നമുക്ക് ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇന്നങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് നമ്മുടെ ഇപ്പോഴത്തെ സിംഗേഴ്സിനുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് വേണ്ടത്ര ഒരു പ്രൊമോഷനും കാര്യങ്ങളും കിട്ടുന്നില്ല എന്നല്ല. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അതല്ല, ഈ എന്താ പറയുക, രജിസ്റ്റർ ചെയ്യുക, അവരെ ഒരു കേൾവിക്കാരൻ്റെ കേൾക്കുന്ന ആളുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു കാര്യം ഇവിടെ നടക്കുന്നില്ല. അതിനുള്ള ഇമ്പാക്റ്റുള്ള പാട്ടുകളുമില്ല. ഇപ്പോൾ എല്ലാം വളരെ ലൈറ്റാണ്, ലൈറ്റ് മൂഡ്സിലുള്ള പാട്ടുകളാണ്, വളരെ ഹെവി ആയിട്ടുള്ള സാധനം. ഇപ്പോൾ വോക്കൽ എക്സസൈസ് അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ്റെ കഴിവ് മുഴുവൻ എടുക്കേണ്ട പാട്ടുകൾ ഇല്ല. വളരെ ലൈറ്റായിട്ടുള്ള ഒരു എന്താ പറയുക, മൂഡ് ബേസ്ഡ് ആയിട്ടുള്ള സോങ്സാണ് അധികം. എല്ലാം ഒരു വെസ്റ്റേൺ ഇത് ആയിട്ടുള്ള ഓറിയൻറ്റഡ് ആയിട്ടുള്ളതും, അതേപോലെ തന്നെ പാട്ടുകാരൻ്റെ ഒരു ഫുൾ റേഞ്ചോ അല്ലെങ്കിൽ ഒരുപാട് കഴിവൊന്നും വേണ്ട, അത്യാവശ്യം പാടുന്ന ഒരാൾ മതി. അതാണ് ഡിഫറൻസ്. ഇപ്പോൾ പണ്ടും ഇന്ന് വെച്ചാൽ അത്യാവശ്യം പാടുന്ന ഒരാൾ മതി. അയാൾ നമ്മൾ ഉപയോഗിക്കുന്നു, അയാളെ കളയുന്നു, അടുത്ത പാട്ടിന് വേറെ ആൾ വിളിക്കുന്നു, വേറെ ആരെങ്കിലും വരും. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ അത്രേ വേണ്ടൂ. കാരണം ഒരാളെ വലിയൊരു പാട്ടുകാരനാക്കിയിട്ട് ഒരു കാസറ്റ് ചിലവാക്കാനോ CD ചിലവാക്കാനോ ഒന്നും ഇന്ന് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത്രേ ആവശ്യമുള്ളൂ. സിനിമയ്ക്ക് അത്രേ വേണ്ടൂ. അതിൻ്റെ ആ സിനിമയ്ക്ക് വേണ്ട ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു ഇത് കൊടുക്കാനും മാത്രമേ ഇന്ന് സംഗീതത്തിൻ്റെ ആവശ്യമുള്ളൂ. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം, അതാണ്. അപ്പോൾ അതുകൊണ്ട് അത്രേ വേണ്ടൂ. അതിപ്പോൾ ആർക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക റിഗ്രറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അയ്യോ പണ്ട് അങ്ങനെയായിരുന്നു ഇന്ന് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് അന്നത്തെയാണ് ശരി ഇന്നത്തെ ശരിയല്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം കാലം അനുസരിച്ചുള്ള മാറ്റമാണ്. അപ്പോൾ കാലങ്ങളനുസരിച്ചുള്ള മാറ്റം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ.